വരുമോ നിൻ തിങ്കളേ തിങ്കളേ. ഞാനാണെങ്കിൽ ഗർഭിണി, ഒരാള് ഒരു സ്ത്രീ കൂട്ടിനുണ്ടാവെന്ന് വെച്ചാ ഈ സമയത്ത് വല്ലാത്ത ആശ്വാസമാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ. വേണ്ട, വേറെ ഒരു ഇടം മതി. സ്റ്റീഫ, വേറെ എങ്ങും പോണ്ട. ഈ വീടും ഇവരെ രണ്ടുപേരെയും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കണ്ടോ കണ്ടോ, മാഡത്തിന് ഇഷ്ടമായത് കണ്ടോ. രണ്ടുപേരെന്ന് വെറുതെ പറഞ്ഞതാ, ഒരു ഫോർമാലിറ്റിക്ക്. മാഡത്തിന് എന്നെയാ ഇഷ്ടപ്പെട്ടത്. ഇനി എവിടെ പോകാൻ അല്ലേ കളി? അടി വേണ്ടല്ലേ? സ്റ്റീഫ, എത്ര ദിവസം നമ്മൾ ഇവരെ ആശ്രയിക്കും? പൂച്ച എല്ലാം മാറി താമസിക്കുന്ന പോലെ നമ്മൾ എത്ര നാളിങ്ങനെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ നടക്കും? പിന്നെന്ത് ചെയ്യണം? കുറ്റമേറ്റ് അറസ്റ്റ് വരിക്കണം. നിയമത്തില് പല പഴുതുകളും ഉണ്ടാവില്ലേ? കീഴടങ്ങി ജാമ്യത്തിന് ശ്രമിച്ചൂടെ? ജാമ്യം കിട്ടും, പക്ഷെ അതോടെ ആ അമ്പിയുടെ ഗാങ്ങിന്റെ തോക്കിന്റെ ഇരയാകും. അവര് നിന്നെ തിരക്കി നടക്കുക പകരം വീട്ടാൻ. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ നീ എന്നെ കൊണ്ട് പറയിച്ചതാ. അവരുടെ കണ്ണിപ്പെട്ട നിന്നെ മാത്രമല്ല എന്നെയും കൊല്ലും. ഇതെല്ലാം അറിയുന്നതുകൊണ്ടാ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നത്. ഇവിടെയുള്ളവരോട് എത്ര ദിവസം കള്ളം പറയും? അധികം ദിവസം തങ്ങണ്ട, ഏറിയ 1 മാസം. ലോകത്തിന്റെ ഏത് കോണി പോയാലും സ്റ്റീഫിന് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. നീ വേഗം റെഡിയാവാം, നമുക്കൊരു ഇടം വരെ പോവാം. എവിടേക്കാ സ്റ്റീഫ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു തെളിവില്ല. പഴയ ഫോട്ടോസ് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കല്യാണ ഫോട്ടോ എടുക്കണം. കല്യാണ ഫോട്ടോയോ? എന്തിന്? ആളുകളെ ബോധിപ്പിക്കാൻ. ഇനിയും വിചാരിക്കാത്ത നേരത്ത് നമുക്ക് പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ നീ എന്റെ ഭാര്യയാണെന്ന് തെളിവ് കാട്ടേണ്ടി വന്നേക്കാം. നമ്മുടെ വിവാഹം നടന്ന അന്നത്തെ വേഷം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വധുവരന്മാരായ ഒരു സ്ത്രീ. എന്റെ സ്റ്റീഫ, അതൊന്നും വേണ്ട. വെറുതെ ബോറൻ ഏർപ്പാട്. നമ്മൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണെന്ന് എന്തിനാ വെറുതെ ലോകത്തെ അറിയിക്കുന്നത്? മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചാ മതി. ഒന്നും ഇല്ലാതെ ഞാനൊന്നും പറയില്ല. വേഗം റെഡിയാവും. വാ. റെഡി? കൈ തോളത്തേക്ക് വെച്ചു. കുറച്ച് റൈറ്റ്. ഓക്കെ, റെഡി? ഓക്കെ, ഇനി സാറ് തോളിൽ കൈ വെച്ചോളൂ. ഓക്കെ, റെഡി? ഞാൻ തിരിച്ചു വരുന്നവരെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. സർ, എന്താണിത്? എന്താ പൂട്ടിക്കൊണ്ടു പോകുന്ന? ആ കാര്യങ്ങളൊന്നും കുട്ടി അറിയണ്ട. ഞാൻ പുറത്തു പോകുമ്പം ഇവളകത്ത് കിടക്കുന്നതാ നല്ലത്. പെണ്ണല്ലേ വർക്കം, വിശ്വസിക്കാൻ കൊള്ളില്ല ഒന്നിനെ.
റീത്ത, എന്താ ഇതൊക്കെ? എന്താ സ്റ്റീഫൻ സാറിന്? അയ്യേ, ഈ സ്റ്റീഫൻ സാർ ഇത്രയ്ക്ക് ചീപ്പാണ്. ഞാൻ ഇപ്പൊ തന്നെ രാജീവിനെ വിളിച്ചു പറയാം. അയ്യോ വേണ്ട. ഏയ്, ഇത് ശരിയാവില്ല. രാജീവിനെ അറിയിക്കണം. എന്താ മാഡം ഇതിന്റെ അർത്ഥം? എനിക്കതൊന്നും അറിയില്ല. ഒന്നാമത് രാജീവ് അറിയുന്നത്ര പോലും എനിക്ക് സ്റ്റീഫനെ അറിയില്ല. തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊരു ആക്സിഡന്റ് പറ്റി. കുറച്ചു കാലം ഓർമ്മശക്തി തന്നെ നഷ്ടപ്പെട്ടു. ഭൂതകാലമൊന്നും എനിക്കറിയില്ല. സ്റ്റീഫൻ പറയുന്നതാ എനിക്കിപ്പോ എന്റെ ഭൂതകാലം. ഈ നൂറ്റാണ്ടിൽ അതും ഒരു പെണ്ണിനെ കൂട്ടിലെ കിളി എന്ന വണ്ണം അടച്ചു പൂട്ടി പോവാ. ആ മനുഷ്യന് ഭ്രാന്ത് തന്നെയാ. രാജീവ്, നിങ്ങളുടെ സാറിനെ പിടിച്ചു കെട്ടി ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേ. Rita! 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 Rita, എവിടെയാണ് നീ? Rita! എവിടെ? റീത്ത എവിടെ? എവിടെയെന്ന്? ഞാനിവിടെയുണ്ട്. ആരാടി നിന്നെ തുറന്നു വിട്ടത്? ചോദിച്ച കേട്ടില്ലേ? ആരാ നിന്നെ തുറന്നു വിട്ടതെന്ന്? അതോ നീ പൂട്ട് തല്ലി പൊളിച്ച് പുറത്ത് ചാടിയതാ? സാറേ, മാഡത്തെ വെറുതെ ഉപദ്രവിക്കണ്ട. ഞാനാ പൂട്ട് തുറന്നത്. എന്തിനാ വാല് തുറന്നത്? എന്താ സാറേ ഇത്? പുറത്താരെങ്കിലും കേട്ടാ മൂക്കത്ത് വിരൽ വയ്ക്കും. ഭാര്യയെ അടച്ചു പൂട്ടിയിട്ട് പുറത്തു പോകുന്ന ഭർത്താവ് കഷ്ടമാണേ. എടോ, എന്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. അതിൽ ഒരാൾക്കും ഇടപെടാൻ അവകാശമില്ല. അതൊക്കെ സാറിന്റെ തോന്നല. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് കൊല്ലാനും തിന്നാനുമുള്ള അധികാരത്തോടെ അല്ല, പരസ്പരം സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയാ. ദേ, പെണ്ണിന്റെ മാനം മുറിപ്പെടുത്തുന്നത് ആരായാലും, അത് ഭർത്താവായാലും അംഗീകരിക്കപ്പെടാവുന്നതല്ല. നീ എന്നെ നിയമം പഠിപ്പിക്കണ്ട. സർ, പറയുന്നത് കൊണ്ടൊന്ന് കരുതരുത്.
സാറിനോടുണ്ടായിരുന്ന റെസ്പെക്ട് മുഴുവൻ പോയി. എനിക്ക് ആദ്യം റെസ്പെക്ട് ഒന്നും ആവശ്യമില്ല. പാടി. സാറേ, സ്റ്റീഫൻ സാറേ, സാർ, സ്റ്റീഫ, പാടി. സ്റ്റീഫ, എന്താ ഇത്? Come here. പാടി. സ്റ്റീഫ, വരാൻ. Come here. ഇങ്ങോട്ട്. അവൻ വന്ന് തുറന്നതോ നീ വിളിച്ച് തുറപ്പിച്ചതോ? സ്റ്റീഫ, പ്ലീസ്, എന്തിനിങ്ങനെ വെറുതെ സ്വയം നാണം കെടുന്നത്? നാണം കെടട്ടെ. നിനക്ക് വേണ്ടി നാണം കെടാൻ എനിക്ക് സാധിക്കില്ലടി. ഇതെന്തൊരു ഉറക്കോ? ക്യാരറ്റെ, ഒന്ന് എണീറ്റെ. നേരം എത്രയെന്ന വിചാരം? ഒന്ന് എണീക്ക. എണീറ്റെ അങ്ങോട്ട്. ശ്ശോ. ഒന്ന് പോയേണ്ടതാ കാളി. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. നീ ഇവിടെ കിടക്ക്. നല്ല തണുപ്പ്. നമുക്കേ കുറച്ചു നേരം കെട്ടിപ്പിടിച്ച. അയ്യടാ, അത് വേണ്ട. എണീറ്റെ, എണീക്ക്. ദേ, ഞാൻ ക്ഷേത്രത്തിൽ പോവാ. ഭഗവാനോട് വല്ല കംപ്ലൈന്റ് രേഖപ്പെടുത്താനുണ്ടോ? ഉണ്ട്. എന്റെ തക്കാളുടെ വയറ്റിലുള്ളത് ഒരു പെൺകുഞ്ഞായിരിക്കണം എന്നങ്ങ് പറഞ്ഞാ മതി. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഞാനേ മുമ്പേ റിക്വസ്റ്റ് ചെയ്തതാ ആൺകുഞ്ഞ് മതിന്ന്. ആ, ശരി ശരി. ആൺകുഞ്ഞെങ്കിൽ ആൺകുഞ്ഞ്. എന്റെ തക്കാളി പോയിട്ടോ. ചെല. ശരി. ചായ ഞാൻ രാവിലെ കുടിച്ചതാ. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ആ, ഇത് ക്യാരറ്റിന് കൊടുത്തേക്കെ. രാജീവ്, അല്ല, മാഡം രാവിലെ തന്നെ കിച്ചണിൽ കയറിയോ? അല്ല, മാഡം എന്തിനാ ചായ ഉണ്ടാക്കിയത്? ഞാൻ നല്ല അസല് ചായ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. രേഖ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ട് പോയതാ രാജീവിന് ചായ തരാൻ. Vita? 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 മാഡം ഉണ്ടാക്കിയ ചായ അസലായിരിക്കുന്നു. മാഡത്തിന്റെ സൗന്ദര്യം പോലെ തന്നെ ഈ ചായക്കും എന്തോ ഒരു പ്രത്യേകത. രേഖ പോലും ഇത്ര മനോഹരമായ ചായ ഉണ്ടാക്കി ഞാൻ കുടിച്ചിട്ടില്ല. ആ, അല്ല, ഞാൻ വാങ്ങി തന്ന സാരി എന്താ മാഡം എടുക്കാത്തെ? എന്താ, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാജീവിനെ നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാം. താങ്ക് യു. ഞാനൊരു സൗന്ദര്യ ആസ്വാദകനാ. എവിടെ നല്ല പൂക്കൾ കണ്ടാലും നോക്കി നിൽക്കും. ഇനി നല്ല അഴകുള്ള പെൺകുട്ടികളെ കണ്ടാലും നോക്കും.